2009 ഞാനും ബ്ലിസ്സാറും തമ്മിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു സാധ്യത ആരായുകയും ഞങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തുകയും ചെയ്തു. ബ്ലിസ്സാർ അല്ലാതെ വേറെ ഏതൊരാളായിരുന്നേലും അത് ഏതെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് വേണ്ട ഇതിനി നടക്കില്ല എന്ന് വിചാരിച്ചു ഉപേക്ഷിച്ച് പോകാവുന്നത്ര തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ മുന്നോട്ട് പോയത്. ഈ നോവൽ അതേപടി സിനിമയാക്കുക എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും പരാജയം സംഭവിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ പ്രഭാഷകനും വന്നിട്ട് അയാളുടേതായ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ട് റീടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ കാലത്തും മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അത് വരുന്നു. അപ്പോൾ ഈ സന്തോഷം പറയുമ്പോൾ തന്നെ ഞാനൊരു തമാശ ചോദിക്കട്ടെ. ഈ തകഴിയോട് പത്രക്കാർ ചോദിച്ച അതേ ചോദ്യം, ആടുജീവിതം സിനിമയാക്കുന്നതിനെ പറ്റി എന്താണ് ബെന്യാമിൻ്റെ അഭിപ്രായം? അല്ല, സിനിമയാക്കാൻ പൂർണ്ണമായും സമ്മതമായതുകൊണ്ടാണല്ലോ ഞാനതിന് സമ്മതം കൊടുത്തത്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞിട്ട് ഞാൻ ഒഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ തകഴി പറഞ്ഞതുപോലെ ഒളിഞ്ഞു നോക്കേണ്ട ഗതികേടെന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ സമ്പൂർണ്ണമായും സംവിധായകന് വിട്ടു കൊടുക്കുന്നതിനുപരിയായി എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ സിനിമയോടൊപ്പം ഏറെക്കാലം നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ തിരക്കഥ ഞാനല്ല എഴുതിയെങ്കിൽ പോലും, ബ്ലിസ്സാറാണ് എഴുതിയെങ്കിൽ പോലും ആ തിരക്കഥ വായിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ടായി. അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ സാർ അത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം ഉണ്ടാകുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കഴിയാവുന്ന ഇടത്തൊക്കെ അവിടെയൊക്കെ പോയി എന്താണ് നടക്കുന്നത്, ഒരു ലൊക്കേഷനിൽ ഞാനും ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അവിടെ പോയി എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. അത്തരത്തിൽ ഞാൻ കൂടുതൽ ഇൻവോൾവായി നിൽക്കുന്ന ഒരു കഥ എന്നുള്ളത് പ്രോസസ്സിൽ ഉടനീളം ഉടനീളം നമ്മൾ പങ്കെടുത്തു. ഒന്ന് പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും ഞാൻ അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അതെ 2009 ഞാനും ബ്ലിസ്സാറും തമ്മിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു സാധ്യത ആരായുകയും ഞങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തുകയും ചെയ്യുന്നത്. പിന്നീട് ദീർഘമായ ഒരു കാത്തിരിപ്പുണ്ടായി. അപ്പോൾ എന്നോട് സിനിമയിൽ തന്നെയുള്ള പലരും പറയുകയുണ്ടായി പിൻകാലത്ത്, നിങ്ങളത് സമ്മതിക്കണം, കാരണം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു. വേണമെങ്കിൽ പാതി വഴിയിൽ വെച്ച് രണ്ടു പേർക്കും ഒരാൾക്ക് ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു, പറ്റില്ല നിങ്ങൾ ഇനി സിനിമ ചെയ്യില്ല എന്ന് പക്ഷേ എനിക്കോ അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നില്ല എന്ന് സാറിനോ തോന്നാമായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്വപ്നം പോലെ അത് കൊണ്ടു നടക്കുകയും അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു നോവൽ എങ്ങനെയാണ് സിനിമ ആവേണ്ടത് എന്നുള്ള എല്ലാ ധാരണയോടും കൂടി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പോടും നിങ്ങൾ രണ്ടുപേരും കാത്തിരുന്നു എന്നൊരു സിനിമയിലുള്ള ഒരാൾ എന്നോട് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു. ആ കാത്തിരിപ്പിന് നിശ്ചയമായിട്ടും ഫലമുണ്ടാവും എന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. തീർച്ചയായിട്ടും അനേകം പ്രതിസന്ധികൾ കടന്നാണ് ഈ സിനിമ നമ്മൾ വന്നിട്ടുള്ളത്. ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് കോവിഡ് ഉണ്ടാകുന്നു, പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു. ലൊക്കേഷനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ലൊക്കേഷൻ കിട്ടാതെ നമ്മൾ പലയിടത്ത് അലഞ്ഞു തിരിഞ്ഞ് അവസാനം കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരുന്നു. പക്ഷേ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ആ നോവൽ യഥാർത്ഥത്തിൽ എങ്ങനെ സിനിമയാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ അലഞ്ഞു നടക്കാൻ സന്നദ്ധനായ ഒരു ഡയറക്ടർ അതിനുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് അല്ലെങ്കിൽ ഏതൊരാളായാലും ബ്ലിസ്സാർ അല്ലാതെ വേറെ ഏതൊരാളായിരുന്നേലും അത് ഏതെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് വേണ്ട ഇതിനി നടക്കില്ല എന്ന് വിചാരിച്ചു ഉപേക്ഷിച്ച് പോകാവുന്നത്ര തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ മുന്നോട്ട് പോയത്. പക്ഷേ അപ്പോഴൊക്കെയും ഞാൻ 2009 ബ്ലിസ്സാറിൽ കണ്ട ആ തീക്ഷ്ണത, ആ സിനിമയോടുള്ള തീക്ഷ്ണത, ആ വിഷയത്തോടുള്ള തീക്ഷ്ണത, ഇത് സിനിമയായാൽ അതൊരു പ്രത്യേക അനുഭവമായിരിക്കുമെന്ന് അദ്ദേഹം തൻ്റെ കണ്ണുകൊണ്ട് പറഞ്ഞ കാര്യം ഞാൻ ഈ യാത്രയിലുടനീളം കാണുകയായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഞാനതിനെ വിടില്ല എന്നുള്ള ഒരു സന്നദ്ധതയോടുകൂടി അദ്ദേഹം തൻ്റെ ശരീരം, ആരോഗ്യവും ഒന്നും നോക്കാതെ അതിൻ്റെ പിന്നാലെ നടന്നു എന്നുള്ളതാണ് എനിക്ക് ഒരു നോവലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ്. അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ അന്തിമ ഫലത്തെക്കുറിച്ചൊക്കെ പ്രേക്ഷകരായിരിക്കും പറയേണ്ടത്. എങ്ങനെയാണ് ആയിത്തീർന്നത്, ഞങ്ങൾ എത്ര ആസ്വദിച്ചു, ബ്ലിസ്സാറിൻ്റെ വ്യാഖ്യാനം അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പ്രേക്ഷകർ പറയുമ്പോൾ പോലും അതിന് കൊടുത്ത സമയം, മൂല്യം, വാല്യൂ അല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്തുള്ള സന്നദ്ധത
നമ്മളിവിടെ വെച്ച് തന്നെ അംഗീകരിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നോവലിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പൊതുവേ ആളുകൾ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാവുന്ന ഒരു കഥ എന്തിനാണ് പിന്നെയും പറയുന്നത് അല്ലെങ്കിൽ മറ്റ് സിനിമയാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു, ഇനി അത് സിനിമയാക്കുന്നത് എന്നത് അതിലുള്ള കൗതുകം എന്ത് എന്നുള്ളൊരു ചോദ്യം പൊതുവേ ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ റീടെല്ലിംഗ് എന്ന് പറയുന്നത് ആളുകൾക്ക് പൊതുവേ ഭയങ്കരമായി ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മൾ പഴയകാലം മുതൽ തന്നെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉത്സവ പറമ്പുകളിൽ പോയിട്ട് പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. നമുക്കറിയാവുന്ന രാമായണ കഥയോ മഹാഭാരത കഥയിലെ ഒരു ഭാഗമായിരിക്കും അവർ പറയുന്നത്. നമുക്കറിയാം എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്നും ഈ കഥ എവിടെ ചെന്നാണ് തീരാൻ പോകുന്നതെന്നും ഒക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ഇതെങ്ങനെ പറയുന്നു, ആ പറയുന്ന ആൾ എങ്ങനെ വ്യാഖ്യാനിച്ചതിനെ കൊണ്ടുപോകുന്നു, ഏത് തരത്തിലാണ് അത് പറയുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി ആകാംക്ഷാപൂർവ്വം ആൾക്കാർ കാത്തിരിക്കുന്നത് കാണാറുണ്ട്. ഇപ്പം പള്ളിയിലൊക്കെ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ഞാൻ എപ്പോഴും പറയണ്ട, എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച കഥയും അദ്ദേഹം ഏറ്റ പീഡനത്തിൻ്റെ കഥയുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഓരോ പ്രഭാഷകനും വന്നിട്ട് അയാളുടേതായ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ട് റീടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ കാലത്തും മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ. നമ്മളിപ്പോൾ മാരാമൺ കൺവെൻഷൻ എത്രയോ കാലമായി അത് നടന്നു വരുന്നു. ഓരോ വർഷവും ഒരാഴ്ച ബൈബിളിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ ഓരോ വർഷം ആൾ കൂടി വരുന്നു. ഒരേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കിട്ടുന്നു. ഇപ്പം മഹാഭാരതം സീരിയൽ വന്നപ്പോൾ ആൾക്കാർ എത്ര ഇതോടുകൂടിയാണ് കണ്ടതല്ല. അതിൽ കണ്ടതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരുപക്ഷെ മഹാഭാരത കഥയെല്ലാം ഏകദേശമൊക്കെ പല വിധത്തിൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് പുതിയതായി പറയുന്നത്, ഏത് തരത്തിലാണ് ഇത് ആവിഷ്കരിക്കുന്നത് എന്ന് കേൾക്കാനുള്ള അറിയാനുള്ള ഒരു താല്പര്യം എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് എഴുതപ്പെട്ട ഒരു കഥ പിന്നീട് പറയുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു കുഴപ്പമല്ല. അത് ആൾക്കാർ കൂടുതൽ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിജയിച്ച സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പരാജയപ്പെട്ട സിനിമകളെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ഈ നോവൽ അതേപടി സിനിമയാക്കുക എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും പരാജയം സംഭവിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ സിനിമയെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നോവലിൻ്റേതായ ഒരു നിലനിൽപ്പും സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു നിലനിൽപ്പുമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ആ സിനിമയ്ക്ക് വിജയമുണ്ടാവുക എന്ന് തോന്നുന്നു. അതാണ് രണ്ടിനും അതിൻ്റേതായ ഭാഷയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ഇത് തമ്മിലുള്ള ബന്ധം, നോവലും സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെള്ളവും നീരാവിയും തമ്മിലുള്ള ബന്ധം എന്താണോ അത് മാത്രമേ ഉള്ളൂ എന്നാണ്. നീരാവിക്കുള്ളിൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത് വിസിബിൾ അല്ല. അത്രയുമേ യഥാർത്ഥത്തിൽ സിനിമയും ഈ നോവലും തമ്മിലുള്ള ബന്ധമുണ്ടാവും എന്നുള്ളത്. അതിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മറ്റൊരു ദൃശ്യ ഭാഷയിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് പത്മരാജൻ. അതെ, ഒരേ സമയം കഥയും എഴുതിയിട്ടുണ്ട്, നോവലും എഴുതിയിട്ടുണ്ട്, സിനിമയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽ ഭാഷയിൽ നിൽക്കുമ്പോൾ, സാഹിത്യ ഭാഷയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് സിനിമ ഭാഷയാണ്. പെരുവഴിയാമ്പഴം എന്ന് പറയുന്ന പുസ്തകമല്ല ആ സിനിമ. അതുപോലെ അദ്ദേഹത്തിന് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു നോക്കിയാൽ ആ ഭാഷയുടെ വ്യത്യാസം അറിയാവുന്ന ഒരു ക്രാഫ്റ്റ്മാൻ ആയിരുന്നു. അതെ. അത് ഇപ്പം നോവൽ എഴുതുന്നത് ഒരാൾ എത്രയധികം സർഗാത്മകനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് ഒരാളുടെ മാത്രം സങ്കല്പത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. സിനിമയാകുമ്പോഴത്തേക്ക് അതൊരു കൂട്ടായ്മയിലേക്ക് വരികയും ഒരു കൂട്ടം ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റിവിറ്റിയുള്ള വലിയ ആൾക്കാരുടെ കൂട്ടായ്മ സമ്മാനിക്കുകയും അത് മറ്റൊന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് സംവിധായകൻ്റെ കോൺട്രിബ്യൂഷനുണ്ട്, ആക്ടറുടെ കോൺട്രിബ്യൂഷനുണ്ട്, സിനിമാറ്റോഗ്രാഫറുടെ കോൺട്രിബ്യൂഷനുണ്ട്. അതിനേക്കാളുപരിയായി സംഗീതം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. ഇത്രയും ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കൂടി വരുന്നതോടുകൂടി ഈ നമ്മൾ ഒരാൾ ഭാവന ചെയ്ത് എഴുതുന്ന ഒരു സാധനം മറ്റൊരാൾ വായനയിലൂടെ ഭാവന ചെയ്യുന്നിടത്ത് നിന്ന് ഇതിനെയെല്ലാം മറികടക്കുന്ന മറ്റൊന്നായി ഇത് മാറും എന്നുള്ളതാണ്. അവിടെയാണ് സിനിമയുടെ സാങ്കേതികത്വമായ വിജയം എന്ന് പറയുന്നത്. അത്തരത്തിൽ കൂട്ടായ്മയായി നിന്നുകൊണ്ട് ഇതിനെ മറ്റൊരു രൂപമായി മാറ്റുമ്പോഴാണ് അത് അതേപടി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾ പരാജയത്തിലേക്ക് പോകുന്നത്. അതായത് കൂട്ടായ്മ എന്നുള്ള ഘടകം ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും ശരിയാണ്. ഒരുപാട് പേരുടെ കളക്റ്റീവ് തോട്ട്, കളക്റ്റീവ് ആക്ഷൻ സിനിമയിലുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് അതിനോടൊപ്പം തന്നെ സിനിമ എന്ന് പറയുന്ന സ്ക്രീനിൽ നമ്മൾ ഒരു പ്രേക്ഷകൻ കാണാൻ തുടങ്ങുന്ന ആദ്യത്തെ സെക്കൻഡ് മുതൽ ശുഭം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ലാസ്റ്റ് സെക്കൻഡ് വരെ ഇത് ടോട്ടലി ഒരു വിഷ്വലാണ്, ലാംഗ്വേജ്, ദൃശ്യഭാഷ. നമുക്കല്ലേ കഥയിൽ
അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് കുറച്ച് ചിന്തകൾ അവതരിപ്പിക്കാം, ഫിലോസഫി അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോക വീക്ഷണം, നമ്മുടെ എഴുത്തുകാരൻ്റെ ലോക വീക്ഷണം പറയാം. പക്ഷേ സിനിമയിൽ സംവിധായകൻ്റെ ലോക വീക്ഷണം എന്ന് പറയാൻ യാതൊരു സ്കോപ്പും ഇല്ല. അത് പ്രേക്ഷകൻ്റെ ഒരു സെക്കൻഡ് പോലും വേറൊരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പക്ഷേ മറ്റേതിലത് പറ്റും. അതെ അതെ അതെ, നമുക്ക് പല വഴികളിലേക്ക് തിരിഞ്ഞു പോകാം, പിന്നിലേക്ക് കുറേ ദൂരം പോകാൻ സാധിക്കും, പിന്നെ കുറേ ആലോചനകളിലേക്ക് പോകാം, മറ്റ് കഥാപാത്രങ്ങളിലേക്ക് പോകാം, ഭൂതകാലിലേക്ക് പോകാം. പക്ഷേ സിനിമയാകുമ്പോൾ എപ്പോഴും മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സീൻ ബൈ സീൻ സംഭവപരമായിട്ട് മുന്നോട്ട് പോകണം. അതെ അതെ. അപ്പോൾ ആ സാധ്യതയെല്ലാം ഒരുപക്ഷെ സിനിമയിൽ ഉപയോഗിക്കാൻ ഈ മികവുറ്റ കുറേ സാങ്കേതിക പ്രവർത്തകരുടെ, കലാകാരന്മാരുടെ സാധ്യതയാൽ കഴിയുന്നു എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ച് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം.